അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, മൻസൂർ മണ്ണാർക്കാടിൻ്റെ ഒരു ക്ലിപ്പ് കാണാനിടയായി. മഹാനായ ശംസുൽ കുറിച്ചിട്ട് പറയുന്നതാണ്. നമുക്കാദ്യം കേൾക്കാം. അദ്ദേഹം ഒരു ക്ലിപ്പ് ഇടുന്നുണ്ട്, ഒരു ഉസ്താദിൻ്റെ. നമുക്ക് കേട്ടിട്ട് നമുക്ക് മറുപടി പറയാം. ഞാനാരുണ്ടെന്ന് പറയുമ്പോഴാണ് മഹാനായ ശംസുൽ ഉലമ പറയുന്നു, ഞാനുണ്ട്, തയ്യാറാണ്, നിങ്ങൾ ഒരുങ്ങിക്കോളി, ഞാനതിനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്ത്യാനികളോടുള്ള വലിയ വലിയ പാതിരിമാരോട് അവിടുന്ന് സംവാദം നടത്തുകയാണ്. എന്തിനേറെ പറയണം, ഞാൻ കൂടുതൽ സംസാരിക്കുന്നുള്ള ശംസുൽ ഉലമയെ അറിയാൻ അവിടുന്ന് ഒരു പാതിരി ചോദിക്കുകയാണ് ശംസുൽ ഉലമയോട്, എന്നാൽ മുസ്ലിയാരേ, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് പറഞ്ഞില്ലേ, ഉലമാ ഉമ്മത്തി കാബനി കംബിയായി ബനി ഇസ്രായേൽ, ഇസ്രായേലുള്ള പ്രവാചകന്മാരെ പോലെയാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടില്ലയോ? എന്നാൽ ബനി ഇസ്രായേൽ നിങ്ങളുടെ നേതാവാകുന്ന യേശു ഈസ മരണപ്പെട്ടവരെ ഹയാത്താക്കുമായിരുന്നു, മരിച്ചവർക്ക് ജീവൻ നൽകുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് മരണപ്പെട്ടവരെ അവിടുന്ന് ജീവിപ്പിക്കാൻ കഴിയുമോ എന്ന് ആയിരക്കണക്കിനുള്ള ജനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടി ആ സദസ്സിൽ നിന്ന് ഒരു പുരോഹിതൻ ചോദിച്ചപ്പോൾ, ഒരു പാതിരി ചോദിച്ചപ്പോൾ, അതായത് ക്രിസ്ത്യാനികളുമായിട്ട് ഉള്ള ഒരു സംവാദത്തിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ശംസുൽ ഉലമയോട് ചോദിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ശംസുൽ ഉലമ അതിന് മറുപടി പറഞ്ഞത് ശേഷം മൻസൂർ വിടുന്നുണ്ട്, നമുക്ക് കേൾക്കാം, എന്നിട്ട് പറയാം. അവിടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശംസുൽ ഉലമ പറയുകയാണ്, എടോ കൊണ്ടുപാടോ, നിന്റെ ശവം കൊണ്ടുവാ, ഞാൻ അയാത്തിട്ട് തരാമെന്ന് മഹാനായ ശംസുൽ ഉലമ പറയുന്നു. ശംസുൽ ഉലമ പറഞ്ഞത്, ഒരു മയ്യത്ത് കൊണ്ടുപോയോ, അപ്പോൾ അതിനെ ഹയാത്താക്കുന്നത് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എന്നിട്ട് അതിന് മൻസൂർ പറയുന്നത് നമുക്ക് കേൾക്കാം. അസ്സലാമു പ്രിയമുള്ളവരെ, ഇത് പഴയകാലത്ത് ക്രൈസ്തവ മിഷണറിമാരോ പാതിരിമാരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ടൊരു സംവാദം നടന്നു. അവിടെ സംവാദം നടക്കുന്ന വേദിയിൽ, ആ വേദിയിലിരുന്നു കൊണ്ട് ക്രൈസ്തവ പാതിരിമാർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈസ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്കതിന് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത വഴിക്ക് ഈ അബൂബക്കർ മൗലവിയാർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരു മയ്യത്ത് കൊണ്ട് കൊണ്ടുവരും, ഞാൻ ജീവിപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ആ ചോദ്യത്തിന് അവിടെ നൽകേണ്ട മറുപടിയാണോ? ആ ചോദ്യത്തിന് അവിടെ അങ്ങനെ പറയേണ്ട മറുപടിയാണോ ഇപ്പോൾ ഈ പറഞ്ഞത്? ശംസുൽ ഉലമ നമുക്ക് പറയാം. എന്നാൽ ശംസുൽ ഉലമൻ്റെ ഒക്കെ മുമ്പ് മുജാഹിദുകളുടെ നേതാവാണെന്ന് അവർ എഴുതിയ സനാഉള്ള മക്തി തങ്ങൾ, അദ്ദേഹം സലഫി ആശയക്കാരനാണ് എന്നീ പുസ്തകത്തിൽ, നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ധാരാളം വാവികൾ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മക്തി തങ്ങൾ സുന്നി ആശയക്കാരനായിരുന്നു, സുന്നികൾ വിശ്വസിക്കുന്ന എല്ലാ ഇസ്തിഹാസും തഫ്സീലൊക്കെ അംഗീകരിച്ച ആളാണ് എന്നുള്ളത് നമുക്ക് ചരിത്രപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏതായാലും വഹാബികൾ അദ്ദേഹം സലഫിയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചിട്ട് യുവത പ്രസിദ്ധീകരിച്ച, മുജാഹിദിൻ്റെ പ്രസ്സാണ് യുവത, ആ യുവത പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകം മക്തി തങ്ങളുടെ, അതിൽ എഴുതുന്നത് നമുക്ക് വായിക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാം. ആലുവായ്ക്കടുത്ത് മാഞ്ഞാരിയിൽ വെച്ചു ക്രൈസ്തവ പാതിരിമാരും മക്തി തങ്ങളുമായി തുറന്ന വിവാദം നടന്നു. ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു, മുഹമ്മദ് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടോ? ക്രൈസ്തവ പാതിരി ചോദിച്ചു. ഈ പുസ്തകത്തിൽ എഴുതാണ്, മക്തി തങ്ങൾ സർവസ്വവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു മണിക്കൂറിനിടയിൽ ഒരു ശവം ഇവിടെ എത്തിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ജീവിപ്പിക്കും. മൻസൂർ മണ്ണാർക്കാട് കേട്ടോ, നിങ്ങളുടെ നേതാവാണെന്ന് നിങ്ങൾ എഴുതി വെച്ച മക്തി തങ്ങൾ ക്രൈസ്തവ, ഇതേ പറഞ്ഞത് നേരത്തെ ശംസുൽ ഉലമയോട് ചോദിച്ചപ്പോൾ ശംസുൽ ഉലമ അങ്ങനെ പറഞ്ഞതല്ല. ആദ്യം ഇതിന് മറുപടി പറയും. വഹാബികൾ എഴുതി വെച്ച അവരുടെ പുസ്തകം, യുവത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. നിങ്ങൾ ഒരു മണിക്കൂറിനിടയിൽ ഒരു ശവം ഇവിടെ എത്തിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ജീവിപ്പിക്കും എന്ന് നിങ്ങൾ
പരിചയപ്പെടുത്തുന്ന നിങ്ങളെ നേതാവാണെന്ന് പറഞ്ഞ, നേതാവല്ല സുന്നി ആശയക്കാരനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചരിത്രപരമായ. പക്ഷേ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അദ്ദേഹം സലഫിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് കാണാം, പ്രസംഗിക്കുന്നതും കാണാം. അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകമാണ് മുജാഹിദുകളുടെ പ്രസ്സിൽ നിന്ന് അച്ചടിച്ച ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയാം, നിങ്ങളൊരു മണിക്കൂറിനിടയിൽ ഒരു ശവം ഇവിടെ എത്തിച്ചാൽ അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ജയിപ്പിക്കുന്നു. എന്നാൽ ക്രൈസ്തവർ പല സംഘങ്ങളായി ഒരു മനുഷ്യ ശവം ലഭിക്കാൻ പല ഭാഗങ്ങളിലേക്കും ഓടി നോക്കി. അവർക്ക് ശവം ലഭിച്ചില്ല, അവർ പരാജിതരായി. ഈ വാദം കുറച്ചു കടന്നതായിപ്പോയെന്നു മക്തി തങ്ങളുടെ കാംക്ഷികൾ പോലും അഭിപ്രായപ്പെട്ടിരുന്നു. അള്ളാഹു അവൻ്റെ ദീനിനെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്നത്രേ അതിനു തങ്ങളവറുകൾ പ്രത്യുത്തരം നൽകിയത് എന്ന്. കണ്ടോ, ദീനിന് എന്ന ശംസുലുലമി പറഞ്ഞു എന്ന് പറഞ്ഞത് എന്താണ് ശേഷമുള്ളത്? അതും ആ ഉസ്താദ് തന്നെ ആ പ്രസംഗത്തിൻ്റെ ശേഷം പറയുന്നുണ്ട്. അതിന് മൻസൂർ വിട്ട ആ ക്ലിപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം മൻസൂർ മറുപടി അത് വിമർശിച്ചിട്ട് അത് ശരിയായില്ല, എഴുതിയൊന്നും ശരിയായില്ല, മക്തി തങ്ങളാ പറഞ്ഞൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇതിന് എതിരായിട്ടൊരു പ്രസംഗം നടത്തി, ഒരു ക്ലിപ്പ്, ഒരു വീഡിയോ ഇറക്കി. എന്നിട്ട് മതി സുന്നികളുടെ നേരെ വരിക. എന്നിട്ട് അതിൻ്റെ ശേഷം മൻസൂർ കുറേ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ വാദകമാണ്. എന്നാലും നമുക്ക് ഓരോന്ന് കേൾക്കുക. മിഷനറിമാരെ, നിങ്ങളുടെ ത്രിത്വത്തിൽ ഏകത്വം എന്ന വാദത്തിൽ മൂന്നിലൊന്നായ ജീസസ് ക്രൈസ്റ്റ്, ഈശോ മിശിഹ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ നടത്താൻ പറ്റുമോ എന്നൊരു തിരിച്ചു ചോദ്യം ചോദിക്കാതെ ഇന്നജ്ജൊരു മജ്ജത്തും കൂടി കൊണ്ടുവരടാ എന്ന് പറഞ്ഞ ആ കാര്യത്തിൽ അത് ആ ക്രിസ്ത്യൻ പാതിരിമാരെ പറ്റിച്ച പോലെ തന്നെ ഈ ഉമ്മത്തിനെയും പറ്റിക്കുകയായിരുന്നില്ലേ, ഇപ്പോഴും പറ്റിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ആരോടാണ് പോയി പറയണത്? ഞങ്ങളുടെ നേതാവാണ്, സലഫി ആശയക്കാരനാണ് എന്ന് പറഞ്ഞ മക്തി തങ്ങൾ പറഞ്ഞതിനെ കുറിച്ചിട്ട് മക്തി തങ്ങളോടാ പറയണത്. അത് എഴുതി വെച്ച മുജാഹിദ് മൗലവിമാരോടാ പറയണത്. ഇങ്ങനെയല്ലല്ലോ പറയണ്ട, അങ്ങനെയല്ലോ ചോദിക്കേണ്ടി. അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ മൻസൂറെ. 2 അൽമനാർ തയ്ച്ച് വായിക്കാത്ത ഈ മൻസൂർ മണ്ണാർക്കാട് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൗലവിമാർക്ക്. അത് ശരിയായില്ലാന്ന് ആദ്യം അവിടെ പോയി പറയും മൻസൂറെ. ഒരു മയ്യത്തിനെ അവിടെ അവർ കൊണ്ടുവരില്ല എന്ന ധാരണയിലാണ് EK അബൂബക്കർ മുസ്ലിയാർ അവിടെ ഒരു മയ്യത്തിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ധൈര്യത്തോടു കൂടിയാണ് EK ഉസ്താദ് അങ്ങനെ പറഞ്ഞത്. മക്തി തങ്ങൾക്കും അത് അവിടെ ബാധകമാണ്. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ മക്തി തങ്ങൾക്കും അറിയാം കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഈ പറഞ്ഞത് അവിടെയും ഫിറ്റാണ്. ആദ്യം അതിന് മറുപടി പറയും, എന്നിട്ടും മതി ഇങ്ങോട്ട് സുന്നികളൊക്കെ വരെ. ശംസുലുലമ EK അബൂബക്കർ മുസ്ലിയാർ മഹാനവറുടെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഏകദേശം 1912 മക്തി തങ്ങളുടെ വഫാത്തായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ആദ്യം അതിന് മറുപടി പറയും. മൗലവിമാർ എഴുതി വെച്ചതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതിന് ശേഷം പറയും. അപ്പോൾ ഈ പറയുന്നതൊക്കെ ആദ്യം മക്തി തങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. അത് എഴുതി വെച്ച വഹാബികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തിരുത്ത് കൊടുത്തിട്ട് അവരൊക്കെ ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം വായോ സുന്നികളെ പഠിപ്പിക്കാൻ. കേട്ടോ, അടുത്ത് പറയും. എന്നാൽ അവിടെ ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ അതിന് മുട്ടുന്യായം പറഞ്ഞുകൊണ്ട് പതി അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, തെളിവുണ്ട് ഉസ്താദേ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് നെയ്യം മൗലവി പണ്ട് സംവാദത്തിന് പോകുമ്പോൾ ശംസുലുലമനോട് ചോദിച്ചപ്പോൾ ശംസുലുലമ പറഞ്ഞത് കേൾക്കണോ സഹോദരങ്ങളെ? പതി അബ്ദുൽ ഖാദർ മൗലവി അല്ല ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ല 2 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശംസുലുലമനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ശംസുലുലമ എഴുതി വെച്ച അല്ലെങ്കിൽ ശംസുലുലമ പ്രസംഗിച്ച ക്ലിപ്പുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതി വെച്ചതല്ല കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവന്നാൽ അതിന് മറുപടി പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എന്താ പറഞ്ഞിട്ടുള്ളത്, ഏതാ പുസ്തകം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മൻസൂർ മണ്ണാർക്കാടിന് എന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ആ ആൾ തന്നെയാണ്, ഞാനും അതിൻ്റെ ആൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ 2 അൽമനാർ ഒക്കെ തെച്ചിട്ട് ഇങ്ങനെ നടക്കില്ലേ. അല്ലെങ്കിൽ ഇസ്ലാം മാസിക ജിന്നൂരികളാണെങ്കിൽ ഏതായാലും. അപ്പോൾ അത് ശംസുലുലമ എഴുതിയ അല്ലെങ്കിൽ പ്രസംഗിച്ച പുസ്തകം കൊണ്ടുവരിക. കൊണ്ടുവരാൻ പോകുന്നത് ഇനി കൊണ്ടുവരികയാണെങ്കിൽ ഏതാ കൊണ്ടുവരാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിന് നന്ന മറുപടി അപ്പോൾ ഞാൻ തരണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും മൻസൂർ ശേഷം പറയും. ഇവിടെ ഈസാ നബി മരിച്ച ആൾക്ക് ജീവൻ വെപ്പിച്ചിട്ടുണ്ട്, ജീവൻ തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഈസാ ഇബ്നു മറിയം അത് ഒരു പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് അള്ളാഹു മുഅ്ജിസത്തിലൂടെ പല അത്ഭുത കഴിവുകളും ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നല്ല മക്തി തങ്ങളെ പഠിപ്പിക്കുകയാണ് നേതാവിനെ. ഇവരുടെ നേതാവാണ്, ഇവരെ എഴുതി വെച്ച ആ നേതാവിനെ പഠിപ്പിക്കുകയാണ്. ആര്?
വിവരമില്ലാത്ത മൻസൂറേ അത് എഴുതി വെച്ച മൗലവിമാരെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നല്ല കോലായിട്ടുണ്ട്. ശേഷം പറയും ഇതിനൊക്കെ മറുപടി പറയും. ന്യായത്തിന് മുണ്ടമടി പിടിച്ചിട്ട് ഇവിടെ ഒരു മയ്യത്തിന് ഇച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനാണ്ട് നീപ്പിച്ചു തരാ എന്ന് പറഞ്ഞ അവിടെ ഒരു മയ്യത്തിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻസിൽ പറഞ്ഞു പോയതാണ്. എന്നിട്ട് അതിപ്പോഴും എപ്പോഴും പോരിശായിട്ട് തന്നെ മക്തിതങ്ങളുടെ ചരിത്രം എഴുതിയത് എന്താ പുരുഷപ്പെട്ട ചരിത്രങ്ങൾ എഴുതി വെച്ച മൗലവിമാരോടെ പറഞ്ഞത്. ഇപ്പോഴും പോരിശയായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക, അത് ആളുകൾ ഇങ്ങനെ വായിക്കുക, അതല്ല ചെയ്യേണ്ട. അന്ന് അവർക്കറിയാം, മക്തിതങ്ങൾക്കറിയാം. കളിയാക്കാണ്. ആരെയാണ്? ശംസുലുലമയാണ് മൻസൂർ കളിയാക്കുന്നത്. അത് പോകുന്നത് ആദ്യം പോകുന്നത് എടുക്കുക ഇവിടെ നേതാവാണെന്ന് പറഞ്ഞാൽ മക്തിതങ്ങളിലേക്കാണ് പോകുന്നത്. അല്ല മൻസൂറെ, അതിന് മറുപടി പറയട്ടാ. ഇതിനൊക്കെ മറുപടി പറയും. മക്തിതങ്ങളെ ഞങ്ങളെ നേതാവല്ല എന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കണേ. ഞങ്ങളെ നേതാവല്ല, അത് എഴുതി വെച്ച മൗലവിമാർ അതൊന്നും ശരിയല്ല, അത് സലഫി പണ്ഡിതനല്ല, ഖുറാഫിയാണെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. മൻസൂർ ശേഷം പറയും. ഇവിടെ പറഞ്ഞു വന്നത് ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇവർ ജയിക്കാൻ വേണ്ടി ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ജയിക്കാൻ വേണ്ടി എന്തും പറയും. ആരയിലേക്കാണ് പോണ്? മക്തിതങ്ങൾ നമ്മളെ നേതാവ്. അപ്പോൾ ഈ കുട്ടിക്ക് കുഞ്ഞാപ്പൂനൊന്നും അറിയില്ല. കുഞ്ഞാപ്പൂന് ആരോ എന്തെങ്കിലും ക്ലിപ്പ് ഇത് കേട്ടപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് ഇറക്കിയിട്ട് പൈസ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ദാരിദ്ര്യം പിടിച്ച് നടക്കുകയാണ്, ഒന്നും കിട്ടാതെ. എന്നിട്ട് തന്നെ പറയേണ്ടതിൽ ഒരു സുഹൃത്ത് എനിക്ക് വിട്ടു തന്നാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ വിട്ടുകൊടുക്കണം, ഓരോ ക്ലിപ്പുകൾ ഇത് ഉണ്ടാക്കുന്നത്. അത് വിട്ടുകൊടുക്കണം എനിക്കറിയാം. ഇത് വല്ലാത്തൊരു കുടുക്കാണ്. ഏതായാലും ഇതിന് ഒരു കഥ ഇല്ലാത്തൊരു മനുഷ്യനാണ് മൻസൂർ. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ ഓനെങ്ങനെ ഉണ്ടായിക്കോളും, അവർക്ക് പൈസ ഉണ്ടാക്കാം, ഒരു ആവേശം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ അവരിങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. എന്തായാലും ശേഷം പറയും. അപ്പോൾ ഈ പറയുന്നതൊക്കെ മക്തിതങ്ങളിലേക്ക് അവരുടെ നേതാവാണെന്ന് പറഞ്ഞാൽ സലഫി പണ്ഡിതനാണെന്ന് പറഞ്ഞാൽ നേതാവിലേക്കാണ് ഇതൊക്കെ പോകുന്നത്. അത് എഴുതി വെച്ച മൗലവിമാരോടാണ് ഇപ്പോൾ ഈ മൻസൂർ പറയുന്നത്. ഓക്കെ, എന്നാൽ ശേഷം പറയും. അദ്ദേഹത്തിന് ഒരു ഉറുമ്പിനെ മക്തിതങ്ങളോടെ പറഞ്ഞത് ഒരു ഉറുമ്പിനെ ജീവിപ്പിക്കാൻ കഴിയുമോന്ന്. അടുത്ത് പറയും. അദ്ദേഹത്തിന് ഒരു എലിയെ ജീവിപ്പിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഒരു എലിനെ ജീവിപ്പിക്കാൻ കഴിയുമോന്ന് മക്തിതങ്ങളോട് എഴുതി വെച്ച മൗലവിമാരോടാണ് പറയണത്. എന്തെന്തല്ലാതെ നിങ്ങൾ എഴുതി ചെയ്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആക്കും മറച്ചൊക്കെ ഉണ്ട്. നമ്മൾ കുറേ ചരിത്രങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടും കബളിപ്പിക്കലൊക്കെ നടത്തിയാലോ അപ്പോൾ ചെയ്യേണ്ടതല്ലേ എന്നുള്ള രീതിയിലാണ് മനസ്സിൽ പറഞ്ഞത്. അടുത്ത് പറയും. അദ്ദേഹത്തിന് ഒരു പൂച്ചനെ ജീവിപ്പിക്കാൻ കഴിയുമോന്ന് മക്തിതങ്ങളോട് നേതാവിനോടേ. സലഫി പണ്ഡിതനാണ് നേതാവാണെന്ന് പറഞ്ഞാൽ ആളെ കുറിച്ചിട്ട് ആള് പറഞ്ഞല്ലോ, അതിന് മൂപ്പരോടാണ് പറയണത്. ആദ്യം പോണത് അങ്ങോട്ടാലോ, പിന്നല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. അടുത്ത് പറയും. ഇനി അങ്ങനെയൊക്കെ ആവട്ടെ. ഒരു കാര്യം, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റസൂലല്ല, നബിയല്ല, മുഅ്ജിസത്തില്ല, ഇനി ഔലിയാണ് എന്നാ പറയുന്നത്. ഒരാള് ഔലിയാണ് എന്നുള്ളത് നുബുവത്ത് പോലെ കൊടുക്കുന്നതാണോ? ഒരാൾ ഔലിയാണ് എന്നുള്ളത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ കിട്ടുന്നതാണോ മക്തിതങ്ങളോടാണ് പോയി പറയണതേ. മുഅ്ജിസത്തുണ്ടോ? മുഅ്ജിസത്ത് അങ്ങനെ കറാമത്ത് അങ്ങനെ കിട്ടുന്നതാണോ? ഔലി അങ്ങനെ ആവുന്നതാണോ? ഒരാളെ ഒരു പ്രസിഡന്റ് നമ്മളെ നേതാവാണെന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണോ എന്ന്. അത് എവിടെ പോകണം? ആദ്യമാണ് മക്തിതങ്ങൾ ഇവരെ നേതാവാണെന്ന് ഇവർ എഴുതി വെച്ച പുസ്തക നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് മുസ്തഫ തൻവീർ അല്ലേ പ്രസിദ്ധീകരിച്ചത് എവിടുന്ന അതുകൂടി പറഞ്ഞുതരാം. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ KNM പ്രസിദ്ധീകരിച്ച പുസ്തകം. അടുത്ത് പറയും മൻസൂർ, അടുത്ത് പറയും. അതുപോലെയാണ് ഇവരുടെ ഉത്തരങ്ങൾ നിരീശ്വരവാദികൾക്കെതിരെ, എത്തിസ്റ്റുകളായ ഈ എക്സ് മുസ്ലിങ്ങളായ പിഴച്ചുപോയ തെന്നിത്തെറിച്ചു പോയ എക്സ് മുസ്ലിങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള പാതിരിമാർക്കെതിരെ ഇവർക്ക് മറുപടി പറയുവാൻ ആരോടാ പറയണത്? ഒരുപാട് ക്രിസ്ത്യാനികളുമായി സംവാദം നടത്തിയ, ഗണനപ്രസംഗങ്ങളൊക്കെ നടത്തിയ, പിന്നെ അതുപോലെ തന്നെ എഴുതുകയും പ്രചരിപ്പിക്കുകയും നോട്ടീസ് വിതരണമൊക്കെ ചെയ്തൊക്കെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മക്തിതങ്ങളോടെ പറയണത് നിങ്ങൾക്ക് കഴിയില്ല, പാതിരിമാരോടൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഇവരുടെ ഉത്തരങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ നിരീശ്വരവാദികളോട്, എക്സ് മുസ്ലിമുകളോടൊക്കെ അവരൊക്കെ മറുപടി കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. എന്നാർക്ക് സലഫികൾക്ക് സാധ്യമല്ല എന്ന്. ഒക്കെ സുന്നികൾക്ക് തന്നെ കീഴിലുള്ള ഉറപ്പല്ലേ. അപ്പോൾ ഈ പാതിരിമാർക്കൊക്കെ ഇത് രീതിയിലുള്ള മറുപടി കിട്ടുള്ളൂ എന്നാണ് മൻസൂർ പറഞ്ഞത്. ആദ്യം പോണത് കൊടുക്കാണ് മറക്കണ്ട മക്തിതങ്ങളിലേക്ക്. അവരുടെ നേതാവാണെന്ന് പറഞ്ഞാൽ മക്തിതങ്ങളിലേക്കാണ് ഇതൊക്കെ പോകുന്നത്. മൻസൂർ എന്ത് പറയുന്നതൊക്കെ അവിടേക്ക് ആദ്യം പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ആദ്യം മറുപടി പറയും. അടുത്ത് പറയും. ഇവർ മറുപടി പറഞ്ഞാൽ അത് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അത് തിരിച്ചടിയാകും. അതുകൊണ്ട് തിരിച്ചടി വേണ്ട എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാതെ ഇതുപോലെ മുട്ടുന്യായത്തിന് മുണ്ടമടി പിടിക്കലാണ് ഇവരുടെയൊക്കെ അത് എമ്മക്ക് പേരിനെ കുറിച്ചിട്ടായിരിക്കും. കാരണം ഖുർആൻ അറിയില്ല, അറബി അറിയില്ല എന്ന് അയാളെന്നെ പറഞ്ഞിട്ടുണ്ട്. അയാളെ എഴുതി വെച്ചിട്ടുണ്ട് അയാളുടെ പുസ്തകത്തിൽ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം.
അപ്പോൾ ആ എം എം അക്ബറിനെ കുറിച്ചിട്ടാണ്. അയാൾ വിവരമില്ലാതെ കുറേ എഴുതി ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ. അതേ എം എം അക്ബറിനെ കുറിച്ചിട്ട് ഫാദർ എന്താ പറഞ്ഞത്? ഫാദർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എം എം അക്ബർ ആദ്യം ദൈവത്തിന് കൈയുണ്ട് കാലില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എവിടെ നിന്നായിരുന്നു ആശയം കിട്ടിയത്? ഖുർആനിൽ നിന്ന് തന്നെയാണ്. പിന്നീട് എം എം അക്ബർ മാറി ഇപ്പോൾ ദൈവത്തിന് കയ്യും കാലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതെവിടെ നിന്ന് കിട്ടിയത്? ഖുർആനിൽ. അപ്പോൾ ഖുർആനിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ഒരു ഫാദർ എം എം അക്ബറിനെതിരെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? അത് ഞാൻ ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. ജനാബ് അക്ബർ മൗലയ്ക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28-88 പറയുന്നത് അല്ലാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മൻസൂർ പറഞ്ഞത് പറയുന്നത് എം എം അക്ബറിനെ കുറിച്ചിട്ടാണ്, ഇവരുടെ നേതാക്കളെ കുറിച്ചിട്ടാണ്. കാരണം വിവരമില്ലല്ലോ, അതുകൊണ്ടല്ല തൗഹീദ് ചുരുക്കും തിരിയാതെ ഇപ്പോൾ നട്ടം തിരിച്ച് നടക്കുന്നത്, 18 പൊട്ടിയിട്ട് നടക്കുന്നത്. എന്താ? ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവരെ പരിഭാഷ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ കണ്ടത് അങ്ങനെ പറയാം, പിന്നെ കണ്ടത് ഇമാമിയങ്ങളൊക്കെ മുൻഗാമികളൊക്കെ തള്ളിയിട്ട് അവരൊന്നും പറയാത്ത ആശയങ്ങൾ കൊണ്ടുവന്നത്. അതാണ് എം എം അക്ബറും പറ്റിയത്. അപ്പോൾ അത് ഫാദർ പിന്നെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എം എം അക്ബറിനെതിരായിട്ട്. അപ്പോൾ എം അക്ബർ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നു, പിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാനെന്താ? വിവരമില്ല. മൻസൂർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു വിവരമില്ല, ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല, സാധ്യമല്ല വഹാബികൾക്ക് എന്നാണ് മൻസൂർ പറഞ്ഞത്. ഇനി അടുത്തത് പറയാം. ഈ വീഡിയോ അയച്ചു തന്ന എൻ്റെ പ്രിയ സ്നേഹിതനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതാണ് നല്ലത്. വീഡിയോ അയച്ചു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീഡിയോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അയച്ചു കൊടുക്കണം. ക്ലിപ്പ് ഉണ്ടാക്കി ദാരിദ്ര്യം പിടിക്കേണ്ടതാ ഞാൻ അയച്ചുതരാം എന്നിട്ട് ഓരോരുത്തർ അന്തകമ്മികൾ ഓരോരുത്തർ ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ്, വഹാബികൾ. അപ്പോൾ ഓരോരുത്തർ ഇട്ടുകൊടുത്തതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. കാരണം വിടുന്ന ആൾക്കാരെ നമുക്ക് പിന്നെ ഏതായാലും മനസ്സുകൊണ്ട് കഥയില്ല, അവെന്തെങ്കിലും പറഞ്ഞു കിട്ടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞു വിട്ടോളും. പിന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു കഥ ഉണ്ടാവില്ല. പിന്നെ അതിന് വിമർശനവും സുന്നികളൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവും, അത് നോക്കണ്ട. അതിനിപ്പോൾ മറുപടി പറയാനൊന്നും ഇപ്പോൾ ഏതായാലും മൻസൂറിന് സാധ്യവുമല്ലല്ലോ. അപ്പം തൽക്കാലം നിർത്തുകയാണ് മൻസൂറെ നല്ലത്. ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറയരുത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ മക്തീതങ്ങളെക്കുറിച്ചിട്ട് വഹാബികൾ എഴുതി വെച്ചതിനെ കുറിച്ചിട്ട് എന്താണ് മൻസൂറിന് പറയാനുള്ളത് വെച്ചാൽ അടുത്ത വീഡിയോസിൽ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ പറഞ്ഞ വിമർശനമൊക്കെ അവിടേക്കും പോകില്ലേ എന്ന് മനസ്സിലായി.